ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ലൈഫിൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ. ഞാനൊരു സ്ഥലം വരെ പോവുകയാണ്. അത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇത്ര നാളത്തെ യൂട്യൂബ് ജേണിയിൽ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല ഞാൻ ഇതുപോലെ ഒരു സംഭവമൊക്കെ ചെയ്യുമെന്നുള്ളത്. സത്യം പറയാലോ, എന്താണെന്നൊക്കെയുള്ളത് നിങ്ങൾ വഴിയെ വീഡിയോയിൽ കണ്ടോ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി കുറച്ച് റെഡി ആവാനുണ്ട്, ബാക്കിയുണ്ട്, ആക്സറീസ് ഒക്കെ ആഡ് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വ്ളോഗാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അതിന് മുന്നേ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് അതൊക്കെ ചെയ്തേക്കുക. സോ ഗൈസ്, ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. ഞാൻ ഓൾമോസ്റ്റ് റെഡി ആട്ടോ. കുറച്ച് ആക്സറീസും കാര്യങ്ങളൊക്കെ കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ എല്ലാവരും ബിസി ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്യുന്ന ആൾക്കാരാണ്. മിക്കവാറും എല്ലാവരും പെർഫ്യൂംസ് യൂസ് ചെയ്യാൻ മറന്നു പോകും. അതുപോലെ തന്നെ സ്മെല്ലിംഗ് കൂടുന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകും കേട്ടോ. പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആണ് പെർഫ്യൂംസ്. എനിക്ക് കുറേ കളക്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എനിക്കിങ്ങനെ ട്രൈ ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് മാമഅർത്തിൻ്റെ ഈ ഒരു ഇൻ ടു ദ വാലി എന്ന് പറയുന്ന പെർഫ്യൂമാണ്. നല്ല മൈൽഡ് ആൻഡ് സട്ടിൽ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. അടിപൊളി സ്മെല്ലാണ്. മാമഅർത്ത് നേച്ചർ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആയതുകൊണ്ട് തന്നെ നേച്ചറിലേക്കുള്ള എസ്കേപ്പ് ആണ് ഇത് അടിക്കാൻ നേരത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കൂടെ തന്നെ ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ലാണ്. പ്രീമിയം ഫ്രാഗ്രൻസസ് ലൈക്ക് ഇൻ ടു ദ വാലി, ഇൻ ടു ദ സൺസെറ്റ് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കൂടെ തന്നെ നിങ്ങൾക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള ഫീലാണ് കേട്ടോ. മാമഅർത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ കെമിക്കൽ ഫ്രീ ആണ്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. മെയ്ഡ് സൈഡ് സർട്ടിഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ സ്കിന്നിന് ഒരുവിധ ഇറിറ്റേഷൻസ് ഉണ്ടാവില്ല. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഒപ്പീനിയൻ ആയിട്ട് പറയണേ. പിന്നെ അത് മാത്രമല്ല, എൻ്റെ കൂപ്പൺ കോഡായിട്ടുള്ള ശരണ്യ 2024 യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മാമഅർത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്പിലും 20% എക്സ്ട്രാ ഓഫറും കൂടി കിട്ടുന്നതാണ്. പിന്നെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, ഓൾസോ മാമഅർത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും ആപ്പിലും അവൈലബിൾ ആണ്. എന്തായാലും ചെക്ക് ചെയ്ത് നോക്ക്. ഈ റൂമിൽ മുഴുവൻ ഇപ്പോൾ അടിപൊളി ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ പരിപാടി നടക്കുന്നത് താജ് മലബാറിൽ വെച്ചിട്ടാണ്, വെല്ലിംഗ്ടൺ ഐലൻഡിൽ. ഞങ്ങൾ കുറച്ച് പേരൊക്കെ കൂടിയാണ് ആ പരിപാടി വൈബ് ആക്കേണ്ടത്. അതിൻ്റെതായ നെർവസ്നെസ്സും ഒരു പ്രൗഡ് ഫീലും അതുപോലെ തന്നെ എക്സ്ട്രീംലി ഹാപ്പി ഒക്കെ ആണ് കേട്ടോ. ഞാനൊരു മിക്സഡ് ഫീലിംഗ് ആണ് എല്ലാം കൂടിയിട്ട്. നമ്മളുടെ കയ്യിലാണ് ആ പരിപാടിയുടെ കംപ്ലീറ്റ് വൈബ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ബാക്കി ഞാൻ ഇങ്ങനെ കുറച്ച് ഹിൻ്റൊക്കെ ഇട്ട് പോകുന്നതാണ്. അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങളും ആളുകളെയൊക്കെ കാണിച്ചു തരാം. സോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ? പ്രത്യേകിച്ച് ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉള്ളത് ഞാനും സെൻസറിയും മനീഷൊക്കെ കൂടിയാണ് ഈ പരിപാടി ഹോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. വേണ്ട, നമുക്ക് വേണ്ടി കുറേ ഐറ്റംസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്കിത് ഫ്ലോയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇപ്പോൾ താജിലാണുള്ളത്. കറക്റ്റ് ടൈമിലെത്തിയപ്പോൾ അതിനെളുപ്പം നമ്മളോട് ഹോസ്റ്റ് ചെയ്യണമെന്നുള്ളത്. സെൻസറിയും മനീഷും ഉണ്ട് കേട്ടോ. അതെ, നമുക്ക് വേണ്ടി ഒരു വമ്പൻ സ്ക്രിപ്റ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ എല്ലാം സ്വന്തം അതിലേട്ടും ഉണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ പരിപാടി നമുക്ക് കളറാക്കണം, സെറ്റ് ആക്കണം. അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ അപ്പൊ നമ്മളിതേ ആ ഒരു സെഷന്റെ ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പോവാം. എല്ലാവരെയും മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇവിടെ ഒരാളെയും കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. ഹലോ, ഫസ്റ്റ് കൺഗ്രാറ്റുലേഷൻസ്. 50 മില്യൺ മീറ്റ് ചെയ്തിട്ടോ. അടിപൊളി. മിനി പോട്ടെ, നമ്മുടെ ഇന്ത്യനെ പ്രൗഡാക്കണം. പിന്നെ ബ്യൂട്ടി, ലൈഫ് സ്റ്റൈൽ ആൻഡ് ട്രാവൽ കൺസേൺ. നല്ല ഒരു കൈ. ഇതൊന്നും പോരന്നേ ഈ കഷ്ടപ്പാടിന്. വൈബ്രന്റ് ആൻഡ് എൻഗേജിംഗ് യൂട്യൂബർ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വന്തം ശരണ്യ. എന്റെ പേര് ശരണ്യ നന്ദകുമാർ. ഞാൻ ഒരു ഫാഷൻ ലൈഫ് സ്റ്റൈൽ ആണ്. കൊച്ചു തന്നെയാണ് സ്ഥലം. 2018 സ്റ്റാർട്ട് ചെയ്താണ് ഞാൻ എന്റെ ചാനൽ. കുറെ പേരുണ്ടല്ലേ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത്? ഒത്തിരി പേരുണ്ടോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. നമുക്ക് എല്ലാവരും കൂടി മിങ്കിൾ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ കൂടെയുള്ള ക്രിയേറ്റേഴ്സിനൊക്കെ മീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. പൊളിക്കട്ടെ നമുക്ക്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഫസ്റ്റത്തെ ആ ഒരു സെഷൻ ഹോസ്റ്റ് ചെയ്ത് ഇവിടെ വന്ന് ഇരിക്കും കേട്ടോ. നെഞ്ചും ഇടിച്ചിടിച്ചാണ് കയറിയെങ്കിലും നമ്മുടെ പിള്ളേരൊക്കെ അടിപൊളിയായിരുന്നു. എല്ലാവരും വൈബായതുകൊണ്ട് നമ്മൾ ഓരോ ഓളത്തിന് അങ്ങോട്ട് പോയിട്ടോ. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ വല്ലപ്പോഴും കിട്ടുന്ന ചാൻസ് ആണല്ലോ എല്ലാവരെയും മീറ്റ് ചെയ്യുക, കുറേ പേരെ മീറ്റ് ചെയ്യുക. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ ഇതുപോലെ ആരെങ്കിലുമൊക്കെ നമ്മുടെ ഇഷ്ടപ്പെട്ട വ്ളോഗേഴ്സിനെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. അല്ലേ? തോന്നിയിട്ടില്ല? നീ തോന്നുന്നു? എനിക്ക് ഭയങ്കര അയ്യോ, എല്ലാം ഉണ്ട് കണ്ടോ. ബ്രോനെ കാണാൻ പറ്റി. നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ എല്ലാവരും കാണാൻ പറ്റിയൊരു സന്തോഷം. ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുമല്ലോ. എല്ലാവരും ഒരേ ഫീലുള്ള ആൾക്കാരാണ്.
ഭയങ്കര സന്തോഷം. ഇനിയിപ്പോൾ രണ്ടാമത്തെ സെഷൻ ഉണ്ട്. അതിന് മുന്നേറ്റ് നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടി പോവാണ്. നല്ല വിശപ്പുണ്ട് കേട്ടോ. ഫുഡൊക്കെ അടിച്ച് ഉണ്ടോ വയറൊക്കെ പെരുത്തിവിടെ വന്ന് ഇരിപ്പുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സെഷന് കയറണം. അപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളത് കേട്ടോ. ഒരു ഓളോ വൈബൊക്കെ വേണമെങ്കിൽ എല്ലാവരും വേണം അല്ലേ. ഇപ്പോൾ വരും നമ്മളുടെ ഫ്രണ്ട്സും എല്ലാവരും വരും. നമുക്ക് വൈബാക്കണം. ഇനിയും ആദ്യത്തെ സെഷൻ പേടിച്ച് നെഞ്ചെടുപ്പ് അങ്ങ് അവിടം വരെ കേൾക്കായിരുന്നു കേട്ടോ. അത്രയ്ക്ക് പേടിച്ചാണ് നമ്മള് ഞാൻ കയറിയത്. ഇവരുടെ അവസ്ഥ എനിക്ക് എന്തെന്ന് അറിയത്തില്ല. ഇവർക്ക് പിന്നെ പുലി ടീംസ് ആണ്. സെൻസറി എടുത്തു, കൊച്ചിനെ എടുത്തു അങ്ങോട്ട് സെൻസറി. മനീഷ് എല്ലാരും അതെ എന്റെ പൊന്നെ പക്ഷെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ സെക്കൻഡ് സെഷനും ഹോസ്റ്റ് ചെയ്യണം, പോയി പൊളിക്കണം, ഞങ്ങൾ പൊളിക്കും, ഞങ്ങൾ തകർക്കും, ഞങ്ങൾ അതെ. അപ്പൊ കുറച്ചേരൊക്കെ ഇരുന്നിട്ട് പോയിട്ട് അടുത്ത പരിപാടി തുടങ്ങട്ടെ. Ohio, gozaimasu, konnichiwa guys. ഇത്രയും നേരം ഒറ്റയ്ക്ക് നിന്ന് ആങ്കർ ചെയ്ത് ഷൈൻ ചെയ്യുമായിരുന്നു. ഇനി ഞാൻ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ട് ഇനി പയ്യന്റെ വീട്ടിലെ കലാപരിപാടികളാണ്. ഇത് നിന്റെ ഏരിയ ചെയ്തോണ്ട് ഞാൻ ഒന്നും പറയണില്ല കാർത്തി. ഇതൊരു വിറ്റെന്താണെന്നറിയാമോ? എന്റെ വീട്ടിൽ നിന്നാണ് നിങ്ങളൊക്കെ വന്നത്. ഞാൻ ഇപ്പോഴാണ് ഇവരെ മര്യാദക്ക് കാണുന്നത്. ഞാൻ വന്നപ്പോഴത്തേക്കും നോളം ഒഴിപ്പിച്ച് പറഞ്ഞ കിടക്കണായിരുന്നു. ഇപ്പോഴാണൊന്ന് മര്യാദക്ക് ഒന്ന് കാണുന്നത്. വേറെ പരിപാടികൾ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ പൊളിക്കും നമ്മൾ. അതെ നമ്മൾ പൊളിക്കും, നമ്മളെ തകർക്കാൻ. നമ്മളപ്പോ പോയിട്ട് എല്ലാരും കൂടി ഒരുമിച്ച് ഹോസ്റ്റ് ചെയ്ത് തകർക്കാൻ വേണ്ടി പോവാം. കണ്ടോ എനിക്ക് കഴുത്തിൽ ചങ്ങല കിട്ടുന്നുണ്ട്. അതെ അതാ നോക്കൂ, വിദൂരതയിൽ ഒരു കലമാൻ. അടുത്ത ഉച്ച കഴിഞ്ഞിട്ടുള്ള സെഷന് വേണ്ടിയിട്ട് പോകുവാണ് കേട്ടോ. എന്താകും എന്തോ. പിന്നെ നമുക്ക് ഇത്തിരി കോൺഫിഡൻസ് കൂടുതലാണ്. കാരണം നേരത്തെ നമ്മൾ ഇതൊക്കെ ചെയ്ത് പയറ്റിയതാണ്. അതുകൊണ്ടിട്ട് വഴി മാറിപ്പോയി. അയ്യോ പോടാ. അപ്പൊ ഞങ്ങള് പോട്ടെ, അടിച്ച് പൊളിക്കട്ടെ. ഇന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് കൂടുതലായിട്ട് ഇവനും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ഗെയിം സെക്ഷനൊക്കെ കഴിഞ്ഞിട്ടാ ഇപ്പതേ സ്ലൈം എടുത്ത് വെച്ചോണ്ടിരിക്കണം. വീട്ടിൽ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് മേത്തൊക്കെ വീണ് നശിഞ്ഞാൽ കൂടി. പക്ഷെ ഇത് ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കണം. അടിപൊളിയാ. ഓക്കെ, അപ്പോ നമുക്ക് ഇനി കുറച്ച് ഫണ്ണായാലോ? എല്ലാവരും സീരിയസ് ആയിട്ട് ശ്വാസം അല്ലേ? അപ്പൊ കുറച്ച് ഫണ്ണാവാം. ഓക്കെ, അത് നമുക്കൊരു ഒരു സ്ട്രെസ് റിലീഫ് ആണ് അല്ലേ? അപ്പൊ നിങ്ങൾ ഇത്രയും കണ്ടന്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇതാക്കി ഇങ്ങനെ സ്ട്രെസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയൊരു സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് നമ്മുടെ രണ്ട് സൈഡിലായിട്ട്, ഓക്കെ, ബാക്ക് സൈഡിൽ രണ്ട് സൈഡിലായിട്ട് രണ്ട് ടേബിൾ വരുന്നുണ്ട്. ആരൊക്കെ സ്ലൈം കൈകൊണ്ട് എടുത്തിട്ടുണ്ട്? ആ ഒരു വിധം. ബാക്കിയുള്ളവർക്ക് ഞാൻ പറയുന്നത് വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പൊ നിലത്തെ ഉറക്കം കളഞ്ഞതാണ് ഇവള്. നിലത്തെ ഒരു ദിവസം തന്നെ ഉറക്കം കളഞ്ഞവള്. ഞാൻ മാത്രല്ല, ഞാൻ പറഞ്ഞത് 10 മണിയാകുമ്പോ അമ്മ കയറി തുടങ്ങി ആ പടകളൊന്നും ഉറങ്ങാൻ പറ്റൂല. പൊന്നെ എന്നെ കണ്ടിരിക്കണോക്കെ ചുമന്ന് നോക്ക്. ഇത് ഞാനിവിടെ സ്റ്റൈൽ ചെയ്ത ഗ്ലാമി ഗ്ലുമ്മൻ. ഞങ്ങള് പുതിയ പേരാണ് ഉണ്ടാക്കി ഞങ്ങൾക്ക് കിട്ടേക്കണം. ഗ്ലാമി ഗ്ലുമ്മൻ. ഗ്ലാമി ഗ്ലുമ്മന്റെ ഔട്ട്ഫിറ്റ് കണ്ടോ? ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ ഞാനാണ് സ്റ്റൈൽ ചെയ്തത്. ഒന്നുമില്ലാണ്ട് വന്നവളാടാ. ഒരു ഡ്രസ് എടുക്കാണ്ട് വന്നവളെ. എനിക്കിങ്ങനെ ഇവിടുന്ന് ജോഷോ നല്ലതാണാടാ. ക്യൂട്ട് സാധനം, ലുമ്പി സാധനം. സുഖല്ലേ? നോക്കി അവളെ കലുവില വൈറ്റാണോ ഇരിക്കണോ? പച്ചക്ക് തന്നെ കഴിച്ചത്. രവീന്ദ്രനെ കണ്ടുപിടിക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ. ഫുഡ് കൗണ്ടർ ഉണ്ടെങ്കിൽ അവനോട് ഉണ്ടാവും. എന്താണ് അവന്റെ ചാനലിന്റെ പേര് തന്നെ പുട്ടുപുച്ചി കണ്ടില്ലേ? എന്താണ് അവനെ വേണ്ട? നിനക്ക് തന്നില്ല ആരും ഒന്നും. അത് സോപ്പ് കുടിക്കാനുള്ളടാ. നിനക്ക് ആരും തന്നില്ലേ? വേണ്ട. റാശി എന്താണ് റാശി? എത്ര നാളെ ഇവരെ കണ്ടിട്ടെന്നറിയോ? എന്തിയാടാ നിന്റെ ചേട്ടൻ റോഷൻ? എന്തിയാടാ? അവരിരിക്കണോ നന്നായിട്ടൊക്കെ പോണ്ട ചാനലൊക്കെ സെറ്റ്. നാണോ നിനക്ക്? നാണോ നിനക്ക്? അതുലേട്ട് എന്തോ തരാന്നും പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. എന്താ അതുലേട്ട് തരുന്നേ? ആണോ? സർപ്രൈസ് ആണോ? നമുക്ക് നോക്കാട്ടെ എന്താ സർപ്രൈസ് എന്നുള്ളത്. അടിച്ചു മോനെ. സർപ്രൈസ് തുറക്കാനോ?
എന്തോ സ്പെഷ്യലാണ് കേട്ടോ. ഓ ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സംഭവം ഇന്ന് പോസ്റ്റ് ചെയ്ത എന്റെ ഫോട്ടോ ഇന്നത്തെ സ്പോട്ടില് നോക്കിട്ട് ഇനി എന്ത് വേണോ അല്ലെ ഇതില് കൂടുതല് കണ്ടോ. ഇന്നിപ്പോ ഞാൻ ഹോസ്റ്റ് ചെയ്തതിന്റെ ആ ഒരു ഫോട്ടോസും കാര്യങ്ങളും. താങ്ക് യു യൂട്യൂബ്. ഞാൻ എങ്ങനെ എന്റെ പിള്ളേരെ കാണിക്കാണ്ടിരിക്കും യൂട്യൂബില്. നോക്ക്, അയ്യോ നോക്ക്, എന്റെ നോക്ക് അവന്റെ മൂക്കിലായി പോയി. കുഴപ്പമില്ല, ഒന്നും പറ്റില്ല നിനക്ക്. എന്താ പിള്ളേര് എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ മേക്കപ്പ് ആണ് കേട്ടോ. എന്താണ് നിങ്ങൾ എന്ത് പറയണത്? സുഖമായിട്ടിരിക്കണോ? ഒന്നും പറയല്ലേ. അവള് മേക്കപ്പ് ഇടുന്നാരെ വലിയ കൂടി വിളിച്ചു പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഫിറ്റായി ഞാൻ അന്ന് കണ്ടില്ല. ഫിറ്റായി സെറ്റ് ആക്കണോടാ. കുറച്ച് ഡയറ്റ് ഒക്കെ എടുത്ത് സെറ്റ് ആക്കാനുണ്ട്. നല്ല തീറ്റ കേട്ടോ, ഫ്രൈഡ് ചിക്കൻ. എന്താണ് ഇത് കാണാറുണ്ടോ അവളുടെ ഇത് വീഡിയോസ്? ഞാൻ കാണാറുണ്ട് അതെ. പിന്നെ ലുലു മോളിൽ പോയിട്ട് ഓഫറിന് ബ്ലാക്ക് ഡ്രസ് എടുത്തത് വിശ്വസിച്ചില്ല, ഞാൻ കാണാറുണ്ടെന്ന്. അതാണ് നോക്ക്. ഞാനും എൻ്റെ കൂടെ കമ്പനി കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതേ ടോഫി പുഡിങ്ങും ഐസ്ക്രീമും എല്ലാം കൂടി തട്ടുവാട്ടോ. പിന്നെ പറയാണ്ടിരിക്കണല്ലേ, ഇപ്പൊ നല്ല അടിപൊളി ഫുഡി പാർട്ണറാണ് അല്ലേടാ. നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കും. അതെ, എന്റെ അമ്മയാണ് ഞങ്ങളെയൊക്കെ സ്പോയിൽ ചെയ്യണം. അതെ, അത് നമ്മ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അപ്പൊ നമുക്കത് കഴിക്കാം. എടാ പോവാണോ? നമുക്കുള്ള മിക്സിയുടെ ഇന്നൊരു ദിവസം മുഴുവൻ ഇവളെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു, കൊള്ളായിരുന്നോ? നല്ലായിരുന്നു. ഞങ്ങൾ പൊളിച്ചു. അതെ, ഞങ്ങൾ തകർത്തില്ല. അതീശകൾ അടിപൊളിയായിട്ടോ. ആദ്യം വന്നപ്പോ നെഞ്ചിടിച്ചിടിച്ചാ കയറിയത് മൈക്കൊക്കെ ചെയ്യായിരുന്നു. സത്യം. ഓക്കെ, പൊളിച്ച് ഞങ്ങള് തകർത്ത്. ഞങ്ങള് കാണാം അടുത്ത പരിപാടിക്ക്. ബൈ ബൈ. കാണാം. അതെ, ഞങ്ങൾ ഇനി കാണൂട്ടോ. ഞങ്ങൾ ഇടക്കിടയ്ക്ക് കാണാറുണ്ട്. പരിപാടിയെല്ലാം കഴിഞ്ഞ് അത്യാവശ്യം ലേറ്റ് ആയിട്ടോ കയറി വന്നു. നല്ല ടയേർഡായി. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം പരിപാടിയെല്ലാം നല്ല കളറായി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വൈകുന്നേരത്തെ സെഷൻ കുറച്ചും കൂടി ഓളം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എല്ലാവരും ഉണ്ട്, നമുക്ക് പരിചയമുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ സ്പെഷ്യലി നമുക്ക് വേണ്ടിയിട്ട് ഇതേ ഉണ്ടോ ഗുഡി ബാഗ് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല. കാരണം എന്താ പറയാ, ബാക്കി എല്ലാവർക്കും വന്നിട്ട് സാധാരണ ഒരു ക്യാൻവാസ് ടോട്ട് ബാഗാണ് കിട്ടിയത്. നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ നിന്ന 3 പേർക്കും ഇത് 4 പേർക്കും കാർത്തി ഉണ്ടായിരുന്നു ഈവനിങ് സെഷനിൽ. അപ്പൊ 4 പേർക്കും നമുക്ക് ഇതുപോലത്തെ ഗുഡി ബാഗാണ് കിട്ടിയത്. എന്ത് രസമാണെന്ന് നോക്കി ഈ ഒരു ബാഗ്. അതുപോലെ തന്നെ കണ്ടോ ശരണ്യ നന്ദകുമാർ എന്നൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓ, ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. നമ്മൾ എന്ത് യൂട്യൂബിന്റെ പരിപാടിക്ക് പോയാലും നമുക്കൊരു ഗുഡി ബാഗ് കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷാട്ടോ. അപ്പോൾ ഞാൻ തുറന്ന് കാണിക്കാം എന്തൊക്കെ ഉണ്ടെന്ന്. ഇതാണ് നമ്മളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇത് വന്നിട്ട് സിബ് ഓപ്പണിംഗ് ആണ് കേട്ടോ. സിബ് ഓപ്പണിംഗ് ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് പില്ലോ ഇല്ലേ, നെക്ക് പില്ലോ ആണ്. അതിലൊരു ജസ്റ്റ് ഇങ്ങനെ ഹുഡി പോലത്തെ ഒരു ഐറ്റം കൂടി ഉണ്ട് കേട്ടോ, നമുക്ക് ഫേസ് ഒക്കെ കവർ ചെയ്യണമെങ്കിൽ. അതിലിതേ യൂട്യൂബിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള ലോഗോയും ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ്. സെക്കൻഡ് ഐറ്റം ഇതുണ്ടോ, സ്പീക്കർ ആണ് കേട്ടോ. സ്പീക്കർ അല്ല, നമുക്ക് മറ്റേ ഷോർട്സ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്നൊക്കെ പറഞ്ഞ് ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ പറ്റിയ ഒരു ലൈറ്റ് ആണ് കേട്ടോ ഇത്. 3ാമത്തെ ഐറ്റം ആണ് മക്കളെ. അടിപൊളി സാധനം. ഇത് കണ്ടോ, ഞാൻ ഹോസ്റ്റ് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്കും ലൈവായിട്ട് ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് തന്നു. കണ്ടോ, ഭയങ്കര കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആയി പോയിട്ടോ. പ്ലസ് നമുക്ക് ഇവിടെ വെള്ളമൊക്കെ ഒഴിച്ച് പ്ലാന്റ് ഒക്കെ ഇട്ട് വെക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് വെക്കാനായിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ട്. നല്ലൊരു ഫ്രെയിം ആണ് കേട്ടോ ഇത്. അയ്യോ, ഇതിനിപ്പോ എന്ത് വേണോ അല്ലേ. നോക്കി, ഇത് ഭംഗിയാ നോക്കി. പിന്നെ നല്ലൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള നോട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത്രയും ഐറ്റംസ് ആണ് നമ്മളുടെ ഈ ഒരു ഗുഡി ബാഗിലുള്ളത്. ഇതിൽ എന്റെ ഫേവറേറ്റ് എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കേട്ടോ. ഇത്രയും കസ്റ്റമൈസ്ഡ് ആയിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ട് നമുക്കൊരു പേഴ്സണലൈസ്ഡ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കിട്ടാൻ നേരത്ത് ആർക്കാലും ഇഷ്ടപ്പെടാത്ത എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ വീഡിയോ? ഒന്ന് പറയണ്ട കേട്ടോ. കാരണം അത്യാവശ്യം നല്ല ആയിട്ടുള്ള ദിവസമായിരുന്നു. രാവിലെയും വൈകുന്നേരം ഒക്കെ ഹോസ്റ്റ് ചെയ്തുകൊണ്ടിട്ട് അത്യാവശ്യം ടയേർഡായി, നിന്നതൊക്കെ കൊണ്ടിട്ടും ടയേർഡായി. പിന്നെ വൈകുന്നേരമായി പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൂടി പക്ഷെ നല്ല ഓളം ഉണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ക്രിയേറ്റീവ് കളക്റ്റീവും അതുപോലെ എന്തെങ്കിലും ക്രിയേറ്റീവ്സ് ഒക്കെ കൂടുന്ന പരിപാടി എപ്പോഴും നല്ല ഫണ്ണാട്ടോ. അപ്പം ഞാൻ എൻജോയ് ചെയ്ത പോലെ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അതൊക്കെ ഒന്ന് ചെയ്തേക്കാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.